ഈ വീഡിയോ നിങ്ങൾ ഇവർക്ക് വേണ്ടിയെങ്കിലും കാണണം. ഓക്കെ, മൈ ഗോഡ് ഗൈസ്, ഈ ഒരു ചാലഞ്ച് വാസ് എ ബിഗ് ടാസ്ക് ഫോർ മീ. എൻ്റെ പിന്നിലുണ്ടായിരുന്ന നല്ല ഭംഗിയുള്ള ചെക്കിന് വേണ്ടിയെങ്കിലും കാണുന്ന എനിക്ക് ഉറപ്പാണ്. ഹൈ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിലിൽ കണ്ട പോലെ CVS ചാലഞ്ചാണ്, ദാറ്റ് ടു റെഡ് കളർ. ആക്ച്വലി നമ്മൾ കുറച്ച് നാളായിട്ട് ഭയങ്കര സീരിയസ് ടോപ്പിക്ക് മാത്രമല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ഫണ്ണാവാം. അപ്പോൾ വൈ റെഡ് കളർ? കാരണം വേറെ കളേഴ്സൊന്നും ഗ്രീൻ ആയി ഓൾറെഡി ചെയ്തു, പർപ്പിൾ ചെയ്തു. അപ്പോൾ ഞാൻ ഇന്ന് റെഡ് ആക്കാം. എൻ്റെ ഹെയർ വരെ ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അത്ര കാണുന്നില്ല, പക്ഷേ സൺ വെളിച്ചത്തിൽ നല്ലപോലെ കാണുമായിരിക്കും. അപ്പോൾ എനിവേ ഞാൻ റെഡി ആവണം. ഓക്കെ, ആദ്യം നമുക്ക് റെഡി ആവണം. ഈ ഒരു റെഡ് ഡ്രസ്സാണ് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ ഗൈസ്. ഫുഡാണ് മുഖ്യം. CVSൽ പോയിട്ട് ഞാൻ എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ് മുഖ്യം. അപ്പോൾ കൂടുതൽ സംസാരിച്ച് നിൽക്കണ്ട, ഞാൻ ഗെറ്റ് റെഡി ആയിട്ട് വരാം. ഓക്കെ, സീ യു. ടടേങ്. അപ്പോൾ നമ്മൾ റെഡി ആയി ഗൈസ്. ഇനി നമുക്ക് സ്യൂലോട്ട് പോവാം. ഞാൻ ആക്ച്വലി ഇന്നലെ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഇന്നലെ എനിക്ക് പറ്റിയില്ല, സമയ പ്രശ്നങ്ങൾ കാരണം. ഇന്നലെ നല്ല സ്നോ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇവിടുത്തെ തണുപ്പ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളുടെ സ്പ്രിങ് സീസണാണ്. ഐ എം റിയലി എക്സൈറ്റഡ്. സോ സ്പ്രിങ് നമുക്ക് അടിച്ച് പൊളിക്കണം. ആർ യു എക്സൈറ്റഡ്? ഐ എം സോ എക്സൈറ്റഡ് ഫോർ സ്പ്രിങ്. എൻ്റെ ഫസ്റ്റ് സ്പ്രിങ് സീസൺ ഇൻ കൊറിയ. യെസ് ഗൈസ്, ഞാൻ ആക്ച്വലി ലഞ്ചിന് ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഇവിടെ 2-2:30-3 മണിയായി. നമുക്കപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കാം. റെഡ് ചാലഞ്ച്. നല്ല സ്കൈ ആണ്, നമുക്കുള്ളിൽ പോവാം. Take a basket. നമുക്ക് എന്ത് കഴിക്കാം? ഇത് കിംചി ചിക്കയാണ്. നമുക്കിത് ട്രൈ ചെയ്യാം. ഞാൻ ഇതുവരെ ഇങ്ങനെ പാക്ഡ് ആയിട്ടുള്ള കിംചി ചിക്കൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് റെഡാണല്ലോ. ഡ്രിങ്ക്സ് എന്ത് ട്രൈ ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ കുറേ എയ്ഡ്സ് ഉണ്ട്. ഞാനിപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ഇതിൻ്റെ പേര് ഖാസുവൻ സഗ്വ. സ്നാക്സ് നമുക്ക് ഇത് ട്രൈ ചെയ്യാം. ഇതിൻ്റെ പേര് കൊക്കൾക്കൊൻ. ഫോർ സ്വീറ്റ് നമുക്കിതെടുക്കാം. പോയാ ഗൈസ്, നമുക്ക് ആദ്യമായിട്ട് സോസേജ് ട്രൈ ചെയ്യാം. ഇതും റെഡാണ്. ഗൈസ്, ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. നമുക്കിനി ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം. എക്സൈറ്റഡ്. സ്കൂൾ കിഡ്സ്. നല്ല രസമല്ലേ ഇവരുടെ യൂണിഫോം. ആദ്യം നമുക്ക് കിംചി ചിക്കൻ ട്രൈ ചെയ്യാം. ഫൈനലി ഓപ്പൺ ചെയ്തു. ഈ പുള്ളിക്കാരൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുക്കാണ്. ആൻഡ് ചൈന, ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് വെരി ലൗഡ് സോങ്സ്. നമുക്ക് ആദ്യം കുക്ക് ചെയ്യാം. ഗൈസ്, കിംചി ചിക്കൻ അവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്യാം. ഇത് താഴെ വീണു. നോർമൽ ആപ്പിൾ ടേസ്റ്റ്. നമ്മുടെ സംഭവം റെഡിയായി. നമുക്ക് എടുക്കാൻ പോവാം.
കിംച്ചിയുള്ള കാരണം ഭയങ്കര പുളിയാണിത്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇവിടെ കുറേ പിള്ളേരുള്ള കാരണം എനിക്ക് ഭയങ്കര ചമ്മൽ. Oh my god, a lot of students coming in. ചമ്മി നിറഞ്ഞുണ്ട്. എനിക്കറിഞ്ഞൂടെ ഞാൻ എന്തിനാ ഈ സമയത്ത് വന്ന്. എനിക്ക് തോന്നുന്നു സ്കൂൾ വിടുന്ന സമയം തോന്നുന്നു. എല്ലാ പിള്ളേരും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നതാണ്. ആൻഡ് എനിക്ക് ഭയങ്കര ചമ്മലായിട്ട് ചൂടായിട്ട് കഴിക്കാനും പറ്റുന്നില്ല. എൻ്റെ പിന്നിലുള്ള ചെക്കനെ കാണാൻ നല്ല ഭംഗിയില്ലേ, ഐ മീൻ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഗൈസ്, നമുക്ക് നെക്സ്റ്റ് ഇത് ട്രൈ ചെയ്യാം. നമുക്ക് ഒരു 30 to 40 സെക്കൻഡ്സ് മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കണം. പിള്ളേർ പെട്ടെന്ന് പറയുന്നേ ചോപ്പ് സ്മെല്ല് വരുന്നുണ്ടെന്ന്. അവർക്കറിയില്ലല്ലോ എനിക്ക് കൊറിയൻ മനസ്സിലാവുന്നത്. ഞാൻ ഫുള്ള് റെഡ് കളർ സംഭവങ്ങളല്ലേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരെന്നെ കളിയാക്കി പറയാണ് ചോപ്പ് സ്മെല്ല് വരുന്നുണ്ടെന്ന്. ബട്ട് ഐ അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. അടുത്ത് എനിക്ക് റിപ്ലൈ കൊടുക്കണം എന്നുണ്ട്. പിന്നെ ഞാൻ വെച്ച ചെറിയ പിള്ളേരല്ലേ, ഇറ്റ്സ് ഓക്കെ. ഗൈസ്, നമുക്ക് സോസേജ് ട്രൈ ചെയ്യാം. പിള്ളേരെല്ലാവരും കൂടെ എന്തിനാണ് ഈ സമയത്ത് ഇവിടെ വന്നതെന്ന് എനിക്കറിഞ്ഞു. ഇതിൻ്റെ ഇംഗ്ലീഷ് പേരെന്താണെന്നറിയോ? മാൾട്ടിസേഴ്സ്. ബട്ട് കൊറിയൻ പേര് മോൾട്ടിച്ചോസ്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയൂടാ. ഞാനാണെങ്കിൽ മൈക്കും എടുത്തിട്ടില്ല. വീഡിയോ നിങ്ങൾ ഇവർക്ക് വേണ്ടിയെങ്കിലും കാണണം. ഓക്കെ, നമുക്ക് ഇത് മാത്രമേ ട്രൈ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് അവൻ എന്തിനാണ് നമ്മൾ നോക്കുന്നത്. എനിവേ, നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു. ഈ കുഞ്ഞു പിള്ളേരുടെ ഇടയിൽ ഞാൻ ഇത് ചെയ്യണം, എനിക്ക് തന്നെ തമാശ തോന്നുന്നുണ്ട്. ബട്ട് ഐ ഹാവ് ടു ഡു ദിസ്. ചിപ്സ് കൊള്ളാം. ഇതിൻ്റെ ഉള്ളിൽ പോകുന്നില്ല. Finally we are going. ഗൈസ്, നമ്മളുടെ ചലഞ്ച് ഇവിടെ കഴിഞ്ഞു. ഇത് ശരിക്കും ഒരു ചലഞ്ചായിരുന്നു. എനിക്ക് ഈ പിള്ളേരൊക്കെ ഇവിടെ ഉള്ള കാരണം ബഹളം, ചമ്മൽ, പിന്നെ സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഐ ഡോണ്ട് നോ, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന്. ബട്ട് ലെറ്റ്സ് സീ. ഇപ്പം ഞാൻ വീട്ടിൽ പോവാണ്. ബാക്കി നമുക്ക് വീട്ടിൽ കഴിക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, ഈ ഒരു ചലഞ്ച് വാസ് എ ബിഗ് ടാസ്ക് ഫോർ മീ. സ്കൂൾ വിടുന്ന സമയം തോന്നുന്നു എല്ലാ പിള്ളേരും കൂടെ സിയുവിൽ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരെ കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ അവർ ഭയങ്കര ബഹളം. ആൻഡ് ഓൾസോ അവരിങ്ങനെ ബട്ട് ദേ ആർ നോട്ട് ഷൈ ദോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരൊന്നും പറഞ്ഞൊന്നുമില്ല.
ഒരു ഹായൊക്കെ പറയായിരുന്നു തോന്നിയിപ്പോൾ. കാരണം പക്ഷെ എനിക്ക് അത്ര ധൈര്യമില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ ചുമ്മാ ഹായ് അങ്ങനെ പറയുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് എനിക്ക് ഐ ഡിൻ വോണ്ട് ടു ബോദർ ദം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാണ്ടിരുന്നത്. എനിവേ, ആ പിന്നിലിരുന്ന ചെക്കൻ ഭയങ്കര ഭംഗിയായിരുന്നു അവനെ കാണാൻ. നിങ്ങൾ അവന് വേണ്ടിയെങ്കിലും ഈ വീഡിയോ കാണുന്നത് എനിക്ക് ഉറപ്പാണ്. എനിവേ, എൻ്റെ കണ്ണട എന്താ ഇത്ര വൃത്തികേടായിട്ടിരിക്കുന്നത്. എനിവേ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഫണ്ണായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. I'll upload this for sure കാരണം it was fun. Anyway, thank you so much for watching. Thank you so much for supporting. I love you guys. See you in the next video. Bye bye.